ഗുഡ് മോർണിംഗ്. ഒരുങ്ങിയൊക്കെ ഞാൻ നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് 2-3 ടാസ്കുകളുണ്ട്. അതിനൊക്കെ പക്ഷേ ഈ മഴ അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. നല്ല മഴ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ എനിക്കിന്ന് കാർ വേണം. അപ്പോൾ അച്ഛനെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ റഹ്മത്തിനെ പിക്ക് ചെയ്യും. അതിനുശേഷം അനൂജ മെട്രോ സ്റ്റേഷനിലുണ്ടാകും. അപ്പോൾ അനൂജനെ പിക്ക് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. സോ ആസ് പാർട്ട് ഓഫ് ഞങ്ങളുടെ സർവീസസിൽ നമ്മൾ ഒരു കോളേജിൽ ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി സൈക്കോളജീൻ്റെ. അപ്പോൾ ആ കോളേജ് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് ഫൈനൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളത് പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ ഓൺ ദി വേ കാണിക്കാം. വെൽക്കം ടു സൈക്ക് ഓഫ് ദേവൂർ. നമ്മൾ റഹൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മീൻ വൈൽ എനിക്ക് റേഡിയോ മാംഗോ എന്നൊരു കോൾ വന്നേ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിടുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും പിന്നെ വഴിയിൽ ട്രാഫിക് കാണുമ്പോഴൊക്കെ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് അവർ വിളിച്ചതാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ അടുത്ത ക്യാമ്പിനെ പറ്റിയിട്ട് നമ്മൾ നോർമലി നടത്തുന്ന പരിപാടികളെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റി. കൈൻഡ് ഓഫ് എ ഫ്രീ പ്രൊമോഷൻ. എനിക്കറിയില്ല, പ്രത്യേകിച്ച് നമ്മളുടെ പേരോ നാളോ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ സന്തോഷം തോന്നി. എവിടെയെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റിയല്ലോ എന്നുള്ളത്. സോ ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ് പോലും. അപ്പം അതിനെ സംബന്ധിച്ച് അവർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഒരു 3 ക്യാമ്പ് നടത്തി 2 വർക്കലേലും. അപ്പോൾ ആക്ച്വലി ഈ പിക്കിന് മാത്രമുള്ള ഇതാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറേം കൂടെ ആളുകൾ മൈൻഡ്ഫുൾ ആവാനും ഒരു സെൽഫ് എക്സ്പ്ലോറേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അത്തരം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി. നമ്മൾ പിക്ക് എടുക്കുന്നതൊന്നുമില്ല, നമ്മളെ മൊമെന്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് പിക്ക് എടുക്കുന്നത്. പക്ഷെ പിക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് വെറും ഒരു പിക്കിന് നിൽക്കാനുള്ള പിക്നിക്കായി മാറിപ്പോവും. അതല്ലാതെ നമ്മൾ മൈൻഡ്ഫുൾ ആകണം, നമ്മൾ കുറച്ചുകൂടെ എൻഗേജ് ആകണം, സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന കൂടി അവസരമാണ് പിക്നിക് എന്നുള്ളത്. അപ്പോൾ പിക്നിക്ക് വെറും ഒരു പിക്കിന് നിൽക്കലായി മാറാതെ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ടെക്നിക്ക് നമ്മുടെ പിക്നിക്കിന് പോകുമ്പോൾ പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ഞാൻ റഹൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. നോക്കാം. ഇനി അടുത്ത ആളെ പിക്ക് ചെയ്യാം. മഞ്ഞക്ലീനെ അപ്പൊ അങ്ങനെ കോളം തികഞ്ഞിരിക്കുകയാണ്. നൗ ചലോ നിർമ്മല. എന്തിനാ നിർമ്മല പോണേ? എന്തിനാ നിർമ്മല പോണേ? നിനക്കെന്താ പ്രശ്നം? നിർമ്മല പോകുന്നത് ഇത്രയും വൃത്തിയായിട്ട പിള്ളേരെ കണ്ടിട്ടില്ല. ഞാനത് കുറെ പ്രാവശ്യം പറയണോ വേണ്ടിയോന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഴുങ്ങി ഇൻട്രോയില്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് സത്യം. അവരെ പഠിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുമല്ലോ. പറയൂ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ. സീ തന്നെയാണല്ലോ. എനിക്ക് മനസ്സിലാവില്ല പിള്ളേർക്ക് ഇത്രയും ഇറസ്പോൺസിബിൾ ആകുന്നത് എന്താണ്, ഇമ്മെച്വർ ആകുന്നത് എന്താന്ന് മനസ്സിലായി. റെസ്പെക്ട് വേണ്ട, പക്ഷെ സ്വന്തം കാര്യത്തില് കുറച്ച് റെസ്പോൺസിബിലിറ്റി ആവാം അല്ലെ. എക്സാം ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 10 പേരൊക്കെ സ്കിപ്പ് ചെയ്യുമായിരിക്കും. 10 പേര് എക്സാം എഴുതുന്നുള്ളൂ. 10 പേര് എഴുതിയുള്ളൂ. ഞാൻ അത് കണ്ടപ്പോ എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ മനസ്സിലാവണ്ടായില്ല. ഇത് ഇത്രയും സങ്കടം വരുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ പിന്നിൽ എടുത്ത എഫേർട്ട് ഉണ്ട്. അതായത് ഇത്രയും ദൂരേന്ന് വരണം. അത് ഞങ്ങൾ 3 പേരും മാറി മാറി പല പല അവസരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. വണ്ടി ഉള്ളപ്പോ കുഴപ്പമില്ല, അല്ലാത്തപ്പോ ബസ് കയറി വരാന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്നിട്ടും കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അതും പോരാണ്ട് ആഡ് ഓൺ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തേ? ചുമ്മാ വന്ന് പഠിപ്പിക്കാന്നുള്ളത് മാത്രമാണോ? അല്ല, വേറെ എന്തൊക്കെ ചെയ്തു? ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്തിരുന്നു. പോട്ടെ, ഒരു ഫീൽഡ് വിസിറ്റ് വെച്ചിട്ട് വരാത്ത കുട്ടികളുണ്ടോ? അതും സൈക്കോളജി സ്റ്റുഡൻസ് വെറുതെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള ഒരു നോഷൻ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും. പക്ഷെ ഞങ്ങള് എവിടെയായിരുന്നാ ഫീൽഡ് വിസിറ്റ് നമ്മൾ പറഞ്ഞിരുന്നത്? പീസ് വാലി. സ്ഥലം കൂടെ പറഞ്ഞു. നെല്ലിക്കുഴി പീസ് വാലിയിലാണ് നമ്മൾ ചെയ്തത്, ഫീൽഡ് വിസിറ്റ് വെച്ചത്. അത് 54 സ്റ്റുഡൻസ് അല്ല 27 ബാച്ച്, നമ്മൾ 2 ബാച്ചായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. 24 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആകെ വന്നത് 8 പേരോ 10 പേരോ എന്തോ മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വേറെ പൈസ വാങ്ങിക്കും ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അവിടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് സ്വരുക്കൂട്ടി കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതും
അവരുടെ സന്തോഷത്തോടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും പിള്ളേര്, അത് രണ്ടാമത്തെ ബാച്ച് ഇതുവരെ പോയിട്ടുമില്ല. അപ്പോ ലൈക്ക് നമ്മള് ഏറ്റെടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു അത്. അതിലൊക്കെ അതും പോട്ടെ, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇത് വേണ്ടേ, എന്താ പറയാ, എക്സ്പോഷർ കിട്ടണമെന്നുള്ളൊരു ഇതില്ലേ, അത് ആ കുട്ടികൾക്ക് ഇല്ല. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇതിന് വന്ന അത്രയും പിള്ളേർ തന്നെ എക്സാം എഴുതിയിട്ടുള്ളൂ അല്ലെ. ആഡ് ഓൺ കോഴ്സ് ആണ്, സർട്ടിഫിക്കറ്റിൽ വരത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അത് സർട്ടിഫിക്കറ്റിൽ വരുമോ ഇല്ലയോ എന്നതുള്ളപരി നോളജ് ഇൻക്രീസ് ചെയ്യണ പരിപാടിയല്ലേ, അത് വേണ്ട അവർക്ക്. ഞാൻ എന്ന് ചുമ്മാ എനിക്ക് തോന്നി ഇവർക്കൊന്നും അറിയില്ല എന്ന് തോന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു കരിയർ റിലേറ്റഡ് വെറുതെ ഒന്ന് അവിടെ ഇവിടെ തൊട്ട് തലോടി പറഞ്ഞു പോയി. പക്ഷെ ഈ പിള്ളേർക്ക് വലിയ ഒരെണ്ണത്തിനും ഒരു ഐഡിയ ഇല്ല എന്തെടുക്കാൻ പോണെന്നുള്ളതിനെ പറ്റിയിട്ട്. വെറുതെ ഡിഗ്രി ആൻഡ് PG സ്റ്റുഡൻസ് ഉണ്ട്. PG പിള്ളേർക്ക് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് നേരമില്ല. ഡിഗ്രി പിള്ളേർക്ക് പിന്നെ എന്തിനാ അവർക്ക് നേരമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോളേജിലെ ടീച്ചേഴ്സും പിള്ളേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടു എന്ന് പറയാം. ഞങ്ങളുടെ യഥാർത്ഥ മുഖമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നതെന്നൊക്കെ സങ്കടമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ പകുതി പൈസ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി പൈസ വാങ്ങണം. അതെ, അത് കിട്ടൂല്ലേ എന്നുള്ളത് ചെന്നറിയാം. അതെ, അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി. യെസ്, അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. യെസ്, ഇത് ഒരു നമ്മുടെ ഒരു പിക്നിക് ആണ്. നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്നിക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നല്ലൊരു പിക്നിക്. ഇഷ്ടംപോലെ. അനുജയ്ക്ക് പിക്നിക് പോകുന്നതിനെ പറ്റി ഓർക്കുമ്പോഴേ നൈറ്റ് മെയർ ആണ്. എന്നാലും അനുജ പോയിട്ടുള്ളതിൽ ഇഷ്ടമുള്ള പിക്നിക് ഏതാ? പിക്നിക് എന്ന് വെച്ചാൽ പോയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വന്ന പരിപാടിയല്ലേ? അല്ല, മറ്റേത് ടൂറല്ലേ? ബോത്ത് ആർ സെയിം നാ? നോ, എല്ലാത്തിനും വേറെ വേറെ ഇതുണ്ട്. എന്താണത്? അല്ലേ? സ്കൂളിലൊക്കെ പിക്നിക്കിന് കൊണ്ടുപോകുന്ന വൺ ഡേ ട്രിപ്പ് ആണ്. യെസ്, നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നെ, അതാണ് പിക്നിക്. യു ക്യാൻ ഹാവ് ലൈക്ക് എന്താ അവിടെ പോയി സാൻഡ്വിച്ച് ഒക്കെ പിന്നെ ഒരു മാറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി പിക്നിക്. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. അതെ അതെ, അത് എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആണ്, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്നാ ശരി, ടൂർ പോയിട്ടുള്ളതിലെന്ന് പറയാം. ടൂറ് കുറെ പോവാറുണ്ട്. എന്റെ ഫാദർ ഇച്ചിരി ട്രാവൽ ഹോളിക് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തീർത്ഥാടനമായിരുന്നു ചെറുപ്പം മുതല് മെയിൻ ടൂർ. പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു. കാരണം നമ്മള് പൊതിഞ്ഞോണ്ടൊക്കെ പോകും. ഇന്നലെ പറഞ്ഞത് വേളാങ്കണ്ണി ട്രിപ്പ് അല്ലേ? അപ്പൊ പൊതിച്ചോറ് കിട്ടും എന്നുള്ള ഹാപ്പിനെസ്സിൽ ഞാൻ എക്സൈറ്റ്മെന്റ്. പിന്നെ അല്ലാണ്ട് വാഗമൺ പോകുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ റോഡൊക്കെ ഇങ്ങനെ ഇരിക്കും, ട്രാവൽ സിക്നസ് വരും, ആൻഡ് ഇറ്റ്സ് എ കോൾഡ് പ്ലേസ്. എനിക്ക് അങ്ങനത്തെ സ്ഥലത്തോട്ട് പോണത് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് അത്ര ഫണ്ണായിരുന്നില്ല. പക്ഷെ വേളാങ്കണ്ണി ഇറ്റ്സ് എ ബീച്ച് സൈഡ് ഓൾസോ. അപ്പൊ ഇങ്ങനെ പോയി അവിടെ വേണമെങ്കിൽ ബീച്ചിലൊക്കെ പോവാം, 5 രൂപ കടയിലൊക്കെ കയറാം. അങ്ങനത്തെ ഫണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ബോത്ത് ജേർണി ആൻഡ് ഡെസ്റ്റിനേഷൻ ഇസ് ഫൺ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി ടീച്ചേഴ്സ് പിള്ളേരെയും പിള്ളേര് ടീച്ചേഴ്സിനെയും കുറ്റം പറയുന്ന ആ പ്രക്രിയക്ക് ശേഷം ഞങ്ങൾ കിട്ടിയ പൈസ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. വിശക്കുന്നു വല്ലാണ്ട്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടൽ കാണിച്ചു കൊടുക്കും. അല്ല, ഈ സ്ഥലത്തിന്റെ പേര് മാമല എന്നാണ്. ഇത് നമ്മുടെ തിരുവാങ്കുളത്തുനിന്ന് മൂവാറ്റുപുഴ പോകുന്ന വഴിയിൽ മാമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോട്ടലാണ്. ഇവിടെ ഉള്ള രുചി നാടനാണോ അല്ലയോ നമുക്ക്. എന്നിട്ട് ഞങ്ങൾ ഒരു എന്താണ് റോഡ് ട്രിപ്പ് ഒറ്റ മൈൻഡ് തീരുമാനം എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പോവോ ഇല്ലയോ എന്ന് എനിക്ക് കഴിച്ചിട്ട് തീരുമാനിക്കാം. ആണോ? ഞങ്ങൾ ഒരുപാട് കഴിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഒത്തിരി ഫുഡ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഊണും ഒരു കപ്പയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഊണിൻ്റെ സാധനങ്ങളൊക്കെ തൂക്ക്. യെസ്, കപ്പ വന്നു. ഓ, ധാരാളം. ഈ കറി കുറച്ചുകൂടെ തരും. എല്ലാ കറി എനിക്ക് സന്തോഷം. കപ്പ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ മോനെ അത് പച്ചക്കൊന്നും പറയാനില്ല. കപ്പ, മീൻകറി,
കിഡു. ഉണക്കമീൻ പൊടി സോ ഗുഡ്. കൊഴുവ എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചില്ല. എല്ലാം കൊള്ളാം. ഈ മുട്ടയും ഇഷ്ടമായി, പക്ഷെ അത് ഇച്ചിരി ശരി, അത് ഇനി ചോദിക്കുന്ന മോശം. ഒരു ചോറും പറഞ്ഞിട്ട് 3 പേർക്കുള്ള കറി. കൊഴുവ ഹൈ, നല്ല സൂചിക്കൊഴുവ. കടുമുറു. സോ ഹാപ്പി. ഇത് തമ്മിൽ വെച്ചാണ്. എവിടെ കഷ്ണമുള്ള മീൻകറി? ആടാം. ഓ ചേട്ടൻ നമുക്ക് അറിഞ്ഞു തന്നടാ. കുറച്ച് ചോറ് കൂടെ കഴിച്ചു നോക്കട്ടെ. സാരമില്ല, സന്തോഷമുണ്ട്. അതെ, ഇത് കുറച്ചുള്ളതെന്ന് പറഞ്ഞ് വിഷമിച്ചത് അവർ കേട്ടു എന്ന് തോന്നുന്നു. അടിപൊളി. കുഡോസ് ടു മാമല റെസ്റ്റോറൻറ്റ്. നൈസ്. കാണൂ ഗൈസ്, ഞങ്ങളുടെ പ്ലേറ്റുകൾ കാണൂ ഗൈസ്. ഇച്ചിരി കപ്പ ബാക്കിൻ്റെ തിന്നാൻ പറ്റുള്ള 2 ട്രിപ്പ് ചോറൊക്കെ കഴിച്ച്. അച്ചീവ്മെന്റ് ആണ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. സത്യം. ഒരു എക്സ്ട്രാ മോര് മോര് അടിപൊളി. സന്തോഷായി. എന്ത് കപ്പേ? നമ്മളെല്ലാം തീർത്തു. കപ്പ തീർക്കാനാണ് നമ്മുടെ ശ്രമം അല്ലേ? ആദ്യം കപ്പ കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടെ വെച്ച് ലാസ്റ്റ് പിടി എന്താ ലെജൻഡറി ആക്കിയിട്ട് ആ ടേസ്റ്റിലിരിക്കണേ. ഭയങ്കര ഒരു ചെറിയ കടയാണെന്ന് പുറമേന്ന് തോന്നും, പക്ഷെ ഉള്ളിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഫാമിലി റൂമൊക്കെ ആണ് കേട്ടോ. ഭയങ്കര പ്രൈവസിയും ഉണ്ട്, നല്ല ഫുഡും കിട്ടും. മസ്റ്റ് വിസിറ്റ്. അതെ, എല്ലാം മോജി. ഹായ് ഡാ ഏ നമ്മളങ്ങനെ എവിടെ പോകുന്ന തീരുമാനിച്ച എങ്ങോട്ടോ പോകുന്ന. എവിടെ പോണേ? ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ. അതെ, പേഷ്യന്റിനെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? യെസ്. ഞങ്ങൾക്ക് വേറെ കുറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ നല്ല ഫുഡ് കഴിച്ചൊരു സന്തോഷത്തിൽ ഞങ്ങൾ അലിഞ്ഞു പോയി. ഇനി എവിടെയും ഒന്ന് ആ സന്തോഷമായിട്ടൊന്ന് ഇരുന്നാ മതി. അപ്പൊ ആ ലക്ഷ്യത്തിൽ നമ്മൾ ട്രെയിൻ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അനുജ തണുത്ത് മുടി പൊതച്ചിരുന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിക്നിക്കിനെ പറ്റിയിട്ടാണ്. എന്നെ വിട്ടുപോയിരുന്നു. ഒഫീഷ്യൽ വെയിറ്റ് ആണ്. എന്ത് പറ്റി മല്ലിയ? ഇടയ്ക്ക് ഈ വണ്ടിക്കുള്ളതാണ്. ഇവിടെ ഏതോ ഒരു നിന്റെ പിക്നിക് എക്സ്പീരിയൻസ് പറ. അനുജ പറഞ്ഞായിരുന്നു. അനുജ കഴിഞ്ഞായിരുന്നു. യെസ്, ഇത് ട്രിപ്പാണ് കേട്ടോ. ഇത് ട്രിപ്പാണോ? എന്താ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് പോകുന്ന ട്രിപ്പ്? ട്രിപ്പ് എന്ന് വെച്ചാല് ഷോർട്ട് ജേർണി, ഷോർട്ട് ഡ്യൂറേഷൻ, ഓഫൺ ഫോർ പ്ലഷർ ഓർ ബിസിനസ്. മനസ്സിലായ? പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. ഭൂതത്താങ്കേടിലേക്ക് ട്രിപ്പ് പോകാം. മനസ്സിലായ? പക്ഷെ ടൂർ എന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻ, കുറച്ചും കൂടെ നാളെടുക്കും, കുറച്ച് ദിവസത്തേക്ക് ടൂറാണ്. അവിടെ പോയി നിന്ന് സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ. ഇത് ഒരു സ്ഥലത്ത് മാത്രം പോയിട്ട് തിരിച്ചു വരും. ടൂർ പോകുമ്പോ കുറെ സ്ഥലം നമ്മൾ കാണും. പിക്നിക് എന്ന് വെച്ചാൽ ട്രിപ്പിനെക്കാട്ടും ചെറുതാണ്. റിക്രിയേഷണൽ ഔട്ടിങ്ങിന് പോകുന്നതിനെയാണ് ഷോർട്ട് ഫോക്കസ്ഡ് എൻജോയിങ് എ മീൽ ഔട്ട്ഡോർസ്. സൺഡേ നമ്മൾ വെറുതെ പുറത്തു പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എ പിക്നിക്. യെസ്. ഔട്ട്ഡോർസിൽ പുറത്ത് ഫുഡ് കഴിക്കണം എന്ന് വെച്ചാൽ പിക്നിക് യൂഷ്വലി പിക്നിക് ബാസ്ക്കറ്റ് ഒക്കെ പോയിട്ടില്ല. നമ്മള് അങ്ങനെ പോയിട്ടില്ല. മേ ബി സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവുമായിരിക്കും ഇങ്ങനെ പിള്ളേരൊക്കെ പോയിട്ട്. ആ സെറ്റപ്പിലല്ലോ. അങ്ങനെ ഇല്ല. ഇപ്പൊ പിള്ളേരെയൊക്കെ കൊണ്ട് ഒന്ന് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോയി എല്ലാവരും അവിടെ നിന്ന് അതെ, എന്താ പറയാ
ആരും പിക്നിക് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ചിൽഡ്രൻസ് പാർക്കില് പിക്നിക്കിന് പോയിട്ടുണ്ട്. അവിടെ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി. പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്ന് സ്നാക്സ് ഒക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ടുണ്ട്. ഞാനെന്തോ 3rd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ പഠിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഫാമിലി അല്ലാണ്ട് അല്ലില്ല ട്രിപ്പ് പോയിട്ടുണ്ട്, ബട്ട് ഫാമിലി അല്ലാണ്ട് പോകുന്ന ആദ്യത്തെ യാത്ര അതാണ്. അത് ബിക്കോസ് എൻ്റെ ഒരു ഫേവറേറ്റ് മിസ് ഉണ്ടായതുകൊണ്ട് മിസ് തന്നെ എന്നെ കൊണ്ടുപോയതാണ്. വീട്ടുകാരോടൊന്ന് സമ്മതം ചോദിക്കാണ്ട്. പുള്ളിക്കാരിക്ക് എൻ്റെ ഒരു ഗാർഡിയൻ സെറ്റപ്പ് ആയിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയതാണ്. മറ്റേ മിസ്സാണ്. അതെ, അതായിരുന്നു എൻ്റെ ഹിൽ പാലസിൽ പോയി പഴംപൊരി തിന്നാൽ ഞാനും പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. എന്റെ ആന്റിയുടെ കൂടെയാണ് ഹിൽ പാലസിൽ ആദ്യമായിട്ട് പോയത്. അപ്പൊ അവരിങ്ങനെ വൈകുന്നേരമായപ്പോ പുറത്ത് നമ്മള് ലൈക്ക് അവിടെ തന്നെ ഇരുന്ന് പഴംപൊരി ആരോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹോംമെയ്ഡ് പഴംപൊരി. നമ്മള് അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്ന പഴംപൊരി ഒക്കെ തന്നെ തിരിച്ചു. പിക്നിക് ആയിട്ട് കൗണ്ട് ചെയ്യാം. എന്നാ ഞാൻ പോയിട്ടേ ഇല്ല. അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. ഈ മൂന്നാറ് പോയിട്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, അന്ന് മറ്റേ ചെമ്മീൻ ബിരിയാണി ഒക്കെ വെച്ച് കൊണ്ടുപോയിട്ട് അത് ടൂറാണ്. വിരിച്ചിരുന്ന് കഴിച്ചു. അപ്പൊ അവിടെ വരെ പിക്നിക് എന്നാലും ഒരു ട്രിപ്പ് അനുഭവം, ഏറ്റവും ഫേവറേറ്റ് ട്രിപ്പ് എന്താ നിങ്ങളുടെ? പറയൂ, ആലോചിക്കാൻ ടൈം വേണോ? ഞാനോ എനിക്ക് ടൂറ് പോണത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ എനിക്കിഷ്ടമാണ് പോയി അവിടെ. എനിക്ക് ഡെസ്റ്റിനേഷനാണ് ഇഷ്ടം ജേർണിനെക്കാട്ടും. അങ്ങനെ ലൈക്ക് ഒരു സീ സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ വാട്ടർഫോൾ അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ്. ട്രിപ്പാണെങ്കിലും ടൂറാണെങ്കിലും അങ്ങനെ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ മലയും കുന്നിലോട്ടൊന്നും പോകാൻ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് ടൂറിനെ കുറിച്ചുള്ള അഭിപ്രായം. എനിക്ക് യാത്ര എന്താണെങ്കിലും ഇഷ്ടം. അതിപ്പം ലോങ് ഡ്രൈവ് ആണെങ്കിൽ വളരെ സന്തോഷം. മൗണ്ടൻ ആണെങ്കിലും സീ ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ മൈ മൂഡ്. എനിക്ക് മൗണ്ടനിൽ സൺറൈസ് കാണാനും സീയിൽ സൺസെറ്റ് കാണാനുമാണ് ഇഷ്ടം. പിന്നെ ഓൺ റോഡ് ചുമ്മാ പോയിക്കൊണ്ടിരിക്കാനും ഇഷ്ടമാണ്. വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്ടം. അതിന് മുമ്പ് ഇച്ചിരി ഇഷ്ടം കുറവായിരുന്നു. അതൊക്കെ യാത്രകൾ ഇഷ്ടമാണ്, പൊതുവെ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ട്രിപ്പും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള റിട്രീറ്റ് ഒന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നമുക്കത് റിട്രീറ്റ് അല്ലല്ലോ, വരുന്നവർക്കല്ലേ റിട്രീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിട്രീറ്റിന് എനിക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. വല്ലവരും ഡയറക്ഷനൊക്കെ തന്ന് നമ്മള് സ്വസ്ഥ സമാധാനമായിട്ട് ഇരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പരിപാടി പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അതിലടിപൊളിയാണ് നമ്മുടെ പരിപാടി അല്ലേ? അതുകൊണ്ട് ഇനി അടുത്ത റിട്രീറ്റ് ഒക്കെ വരുമ്പോ ഇവരെയും കൊണ്ട് നടത്തിച്ചിട്ട് ഞാൻ അവിടെ പാർട്ടിസിപ്പന്റ് ആയിട്ട് എങ്ങനെയുണ്ട് സെറ്റ്. നീ പറ, നിനക്ക് പോയതിൽ ഇഷ്ടപ്പെട്ട ട്രിപ്പ് ഏതാ? എനിക്കും ഈ പറഞ്ഞതുപോലെ യാത്രകൾ ഇഷ്ടമാണ്. എൻ്റെ എന്താണ് 2 കൈ ഫുൾ സ്നാക്സ് ഉണ്ടെങ്കിൽ യാത്ര പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ യാത്ര പോകാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട യാത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മൗണ്ടെയിൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടെ പോയി ലൈക്ക് ഇങ്ങനെ മൗണ്ടെയിൻ കണ്ടിട്ട് അതിന്റെ പൊക്കത്ത് കയറി നിൽക്കാന്ന് പറയുന്നത് എന്റെ ഭയങ്കര ആ ഒരു ഫീലാണ്. സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര കിട്ടുന്ന ഒരു സാധനം. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മീശപ്പുലിമലയിൽ ഫസ്റ്റ് ടൈം പോയപ്പോൾ, ആ ട്രെൻഡിങ് ആയ ടൈമില് ഫസ്റ്റ് ടൈം പോയപ്പോ വീട്ടിൽ പറയണ്ടല്ലേ ഇല്ല, ഫാമിലി ആയിരുന്നു. ബട്ട് ദ തിങ് ഈസ് ഞങ്ങള് കേറാൻ വേണ്ടിയിട്ട് 5 പേരുണ്ടായി. അവസാനം ടോപ്പിലെത്തിയപ്പോ ആകെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 500 മീറ്റർ വരെ എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഞാനും കാക്കയോട് മാത്രമാണ് ടോപ്പിൽ പോയത്. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതെനിക്ക് ഫാമിലി ആയിട്ട് ഞാൻ അത്രയും എൻജോയ് ചെയ്ത് പോയൊരു ട്രിപ്പ് അതാന്ന് തോന്നുന്നു. ബിക്കോസ് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും മറ്റേ ഭജനം തീർത്ഥാടനം മോഡ് മാത്രമാണ് പിടിക്കാറുള്ളൂ. അന്നാണ് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോയതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ കുടജാദ്രി പോയത് ഇഷ്ടം. കോളേജ് ടൂർ പോയതാ. അപ്പം ചിക്മംഗ്ലൂർ പോയില്ല കേട്ടോ, സോറി, കൂർഗും ഇവിടെ മൂകാംബിക കുടജാദ്രി ആയിരുന്നു കൊണ്ടുപോയത്. എനിക്ക് മൂകാംബികയിൽ ഒന്ന് കയറാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുടജാദ്രി പോയി. അതും ഈ പറയുന്ന പോലെ ക്ലാസ്സിൽ 10-20 എത്രങ്ങാണ്ട് ആൾക്കാരായിട്ട് പോയത്. ടോപ്പിൽ കയറിയതാ ഞങ്ങൾ 5 പേര് മാത്രമാണ്.
അവിടെ ചെന്ന് മറ്റേ എന്താ സപ്രപഞ്ചനല്ല സർവജ്ഞപീഠത്തിൽ പോയിട്ട് കുറച്ചു നേരമൊക്കെ ഇരുന്ന് ധ്യാനിച്ചിട്ടൊക്കെ തിരിച്ചു വന്നാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇടുക്കി പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്ക് ടു ദ റൂട്ട് ഫീലിംഗ് ആണ് എനിക്ക്. ആ നേര്യമംഗലം കഴിയുമ്പോൾ തുടങ്ങും ഞാൻ കഥ പറയാൻ. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് മാവേലെറിഞ്ഞ കല്ല് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. എൻ്റെ സ്കൂള് അങ്ങനെ 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 കുറേ വിശേഷങ്ങൾ ആ വഴി പോയാൽ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇടുക്കി ഈസ് ഓൾവേസ് ഫേവറേറ്റ്. എപ്പോൾ പോകാനും ഇഷ്ടമാണ്. പണ്ട് ഞങ്ങൾ സ്ഥിരം വെക്കേഷന് പോകുന്നായിരുന്നു മൂന്നാറ്. സ്ഥിരം എല്ലാ വെക്കേഷനും പോകുമായിരുന്നു. അല്ലെങ്കിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് കിട്ടിയാൽ പോകുമായിരുന്നു ഫാമിലി ആയിട്ട്. ഞങ്ങൾ അങ്ങനെ പോകുന്ന പ്ലേസസ് കോഴിക്കോട്, തിരുവനന്തപുരം, മറ്റേ വീട് പോലെയാണ്. ഇത് എന്റെ അമ്മായി കുറച്ച് നാള് മൂന്നാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ ക്വാർട്ടേഴ്സ് ഒക്കെ കാണുക. എല്ലാ തവണയും ചിലപ്പോൾ സെയിം സാധനങ്ങളോട്ടോ കാണുക. ആ സെയിം ബസ് സ്റ്റാൻഡ്, സെയിം ക്വാർട്ടേഴ്സ്, സെയിം ഓറഞ്ച് മരം, സെയിം കുഞ്ഞിക്കാവ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എന്നിട്ട് +2 സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടത് മൂന്നാർക്ക്. ഏതാ ഞാൻ അവിടെ മറ്റേ ഗൈഡായിരുന്നു ലാസ്റ്റ്. കേട്ടോ അവിടെ അല്ല അവിടെ. അങ്ങനെയാണ് ഇടുക്കിയുമായിട്ടുള്ള ബന്ധം. കോളേജ് ടൂർ ഈ പറഞ്ഞ പോലെ എന്റെ ഫേവറേറ്റ്. ഞാൻ കോളേജിൽ നിന്നാണ് കുറേ സ്ഥലത്ത് പോയത്. ലൈക്ക് ഈ പറഞ്ഞ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ അങ്ങനെയൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ HOD ഒരു വൻ ചില്ല HOD ആയിരുന്നു. HODക്ക് അങ്ങനെയൊക്കെ പോകാൻ കൊതിയുള്ളതുകൊണ്ട് HOD ഓരോ സെമിനാർ വെബിനാർ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന HOD അല്ലേ? വേറെ HOD ആയിരുന്നു. ഞങ്ങൾക്ക് വേറെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഗേൾസ് ഒള്ളി ആയിരുന്നു. ഞാനെവിടെയും HOD ആവണായിരുന്നു. അപ്പൊ പിന്നെ പറയേ വേണ്ട, ഞങ്ങളുടെ HOD ഞങ്ങളായിട്ട് ഭയങ്കര വൻ വൈബുമായിരുന്നു. ചുമ്മാ വെറുതെ പിറ്റേ ദിവസമൊക്കെ വന്നിട്ട് നമുക്ക് അവിടെ സുധീർണം വിളിക്കണം. സോറി, ഇൻ ബിറ്റ്വീൻ ഒരു കോൾ വന്നതാണ്. അപ്പൊ കണ്ടിന്യൂ. കോളേജ് ടൂർ നിന്റെ HOD HOD നൈസ് ആയത് കൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ തലേന്നൊക്കെ വന്നിട്ട് പുള്ളിക്കാരി പറയും നമുക്ക് അടുത്ത ദിവസം ഇവിടെ സെമിനാർ ഉണ്ട് നമുക്ക് പോയാലോ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകും. എല്ലാവരും അല്ല, മീൻസ് നമ്മളിങ്ങനെ ഞങ്ങളെ പോലത്തെ കുറച്ച് എണ്ണങ്ങളുണ്ട് ക്ലാസ്സിൽ. ഞങ്ങൾ എത്ര പേര് എപ്പോഴും പോകും. പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഗോവ. ഞാനും വിളിക്കുമായിരുന്നു. ഷൊർണൂരും കോഴിക്കോടും അവിടെ ഇവിടെ ഒക്കെ വരില്ലായിരുന്നല്ലോ. അപ്പത്തേക്കും പോയായിരുന്ന ഇല്ല ചെയ്യില്ല. ഐ നീഡ് ആൻ ആൻസർ റൈറ്റ് നൗ. വൈബ് പിള്ളേര് കാണുമായിരുന്നു. ഇതൊരുമാതിരി പിള്ളേർ. ആ പിള്ളേർ ആരും ഇതില് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തോണ്ട് കുഴപ്പമില്ല. വൈബായിട്ടുള്ള പിള്ളേരായിട്ട് കമ്പനി ആയപ്പോ കോളേജ് കഴിഞ്ഞു ഇതൊക്കെ. അതിന് നമ്മള് ഷൊർണൂര് മാത്രല്ലേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. അതെങ്ങനെയാ ഷൊർണൂര് കൊണ്ടുപോകപ്പെട്ട പാടെ എനിക്കറിയാം. ഷൊർണൂർ എന്തായിരുന്നു എന്തോ സീൻ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്ത് സീൻ? ഒരു സീനില്ല. ഇല്ല, മലയാള പിള്ളേരുടെ ബാക്കിയാ. പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയാണ്. ആർക്ക്? നിങ്ങക്ക്. ഞാൻ 10 പിള്ളേരെ കൊണ്ടല്ലേ പോയത്. എന്നിട്ട് അതെ, പിറ്റേ ദിവസം എന്തോ ഒന്നുമില്ലെങ്കിൽ എക്സാം, അതല്ലെങ്കിൽ സൺഡേ, അല്ലെങ്കിൽ എനിക്ക് എന്തോ പരിപാടി അങ്ങനെ സൺഡേ ആയിരുന്നു. എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടായിരുന്നു ഞാൻ വരാൻ. എങ്ങോട്ട്? എനിക്ക് കക്കടാശ്ശേരി വരെയുള്ള വഴി അറിയാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വഴി അറിയില്ല. നമ്മളിപ്പോ മൂവാറ്റുപുഴ ഗായ്സ് മൂവാറ്റുപുഴ സിഗ്നലിലാണ് നമ്മൾ കിടക്കുന്നത്. എന്നുള്ള പ്ലാൻ വാസ് എ സഡൻ ചേഞ്ച്. എന്നെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ പടം എനിക്ക് അറിയില്ല. നമുക്ക് മറ്റേ കളി കളിക്കാം. ടീ ഓർ കോഫി, മൗണ്ടൻ ഓർ സീ, അങ്ങനെ എന്തൊക്കെ കുറെ ചോദിക്കില്ലേ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനറി എടുക്കുക. അങ്ങനത്തെ ഞങ്ങൾ വരുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? This or that questions. Okay? Yeah. Coffee or tea? Tea. Coffee. കോഫി രണ്ടും ഇഷ്ടമാ. Coffee. അതെ, കോഫി രണ്ടും ഇഷ്ടാ. പക്ഷെ എനിക്ക് കംഫർട്ട് സാധനം കോഫിയാണ്. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഒരു ചായ ഇട്ടാലും ഇഷ്ടമാണ്. രാവിലെ വൈകുന്നേരം എനിക്ക് ചായ, ബാക്കി ടൈമിൽ കോഫിയും എനിക്കിഷ്ടമാണ്. Next, cereal or toast? Toast. ടോസ്റ്റ്. കുഴപ്പമില്ല. Night
ഇതാണെങ്കിൽ നൈറ്റ് ആണ് നല്ലത്. ഓ മൈ ഗോഡ്, ഞാൻ സ്കൈ ഒന്ന് കാണിച്ചോട്ടെ. ഓ റിയലി ഇതിലും ഭംഗിയുണ്ട് ഗൈസ്. അതിലെന്താ കാണുന്നൊന്നും കാണുന്നില്ല. കാണുന്നുണ്ട് ബട്ട് ആ ഒരു ഫീല് വരുന്നില്ല. എനിക്ക് ആക്ച്വലി ഉച്ചയാണ് ഇഷ്ടം. ആഫ്റ്റർനൂൺ ഇസ് മൈ വൈബ് ആക്ച്വലി. എനിക്ക് ഏർലി മോർണിംഗ്. ഐ ലവ് മോർണിംഗ്. 1:59 വിളിക്കാം. യെസ്, എനിക്ക് ട്രിപ്പ് റൈഡ് പോകാനാണെങ്കിൽ നൈറ്റ് ആണ് ഇഷ്ടം. ആൻഡ് രാത്രിയാണ് എനിക്കിഷ്ടം. രാവിലെ എണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓ 3 വൈബുള്ള മനുഷ്യരല്ലോ നമ്മള് 3. അതെ. അടുത്തത് നെക്സ്റ്റ് ബുക്ക് ഓർ ടിവി? മൊബൈൽ. എന്താ ആ ഓപ്ഷൻ കൊടുക്കാത്ത? ഇത് ശരി പഴയതാണ്. ബുക്ക് ഓർ മൊബൈൽ നോക്കാം. എനിക്ക് അങ്ങനെയാണെങ്കിൽ മൊബൈൽ. ബുക്കോ ഇഷ്ടമാണ്. ചെറുതായിട്ട് പറയാൻ പറ്റണില്ലല്ലോ. നെറ്റ്ഫ്ലിക്സ് ഓർ സിനിമ? സിനിമ. അല്ല, സിനിമ. ഒന്നും അറിയില്ല. സിനിമ. യെസ്, ഐ അഗ്രി. സിനിമ തിയേറ്ററിൽ പോയൊക്കെ ഡാൻസ് കളിക്കാം, പോപ്കോൺ തിന്നാം, അങ്ങനെ. സാധനം കിടപ്പുണ്ട് യൂട്യൂബില്. അതിനിപ്പോ ഇവിടെ പറയണ അതാരിപ്പോ ചോദിച്ചു. നെക്സ്റ്റ്, ഐസ്ക്രീം ഓർ കേക്ക്? ഐസ്ക്രീം. കേക്ക്. ബോത്ത്. ഐസ്ക്രീം കേക്ക്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലതാ. അരുള്ള കഴിച്ചിട്ടുണ്ടോ? അരുണിനെ കഴിച്ചില്ല, ഐബാക്കോലെ കഴിച്ചിട്ടുണ്ട്. അരുണിലെ കഴിച്ചിട്ടുണ്ട്. യെസ്. ഈറ്റ് ഔട്ട് ഓർ ടേക്ക് അവേ? ഈറ്റ് ഔട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ടേക്ക് അവേ ചെയ്താൽ വീട്ടിൽ പോയി പൈജാമ സെറ്റൊക്കെ ഇട്ട് നമ്മളുടെ കംഫർട്ടായിട്ടിരുന്ന് തിന്നാം. പക്ഷെ അത് പിന്നെ നമ്മൾ തന്നെ ആ പാത്രം കഴുകി വെക്കണല്ലോ എന്ന് ഓർക്കുന്നത് കൊണ്ട് എനിക്ക് ഈറ്റ് ഔട്ടാണ്. പിന്നെ ഡ്രസ്സപ്പ് ചെയ്ത് പുറത്തു പോയി ആ ഒരു മൂഡിലാണെങ്കിൽ അങ്ങനെ പോകും. ഈറ്റ് ഔട്ട് ശരി. ട്രൂത്ത് ഓർ ഡെയർ? കളിയാണോ? അല്ല, അതില്ല. ട്രൂത്ത്. ഡെയർ എനിക്ക് പേടിയാണ്. ഒരെണ്ണത്തിനെങ്കിലും ഒരുപോലെ ഒന്ന് ഉത്തരം. ഞങ്ങളുടെ ഇതുപോലെ ട്രിപ്പ് പോയപ്പോ, കോളേജിൽ ട്രിപ്പ് പോയപ്പോ ഇത് കളിച്ചു. ട്രൂത്തോടെ എന്നിട്ട് കിട്ടിയ ഒരു ടാസ്ക് ഫോഴ്സ് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ടാണ്. അയാളോട് ഞാൻ 500 ചോദിച്ചു. അയാൾ എന്നിട്ട് 1000 തന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ പണിയായി. അത് വേറെ കഥ. എന്റെ ഫേവറേറ്റ് പാട്ട്. ഈ പാട്ടിട്ട കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. പണ്ടാരം പോസ് ചെയ്തോ. സന്തോഷായോ? അതിങ്ങനെ പൊട്ടിപ്പോവല്ലേ? അങ്ങനെ കളയരുത് നമ്മൾ. അതെ, അതിലിപ്പോ ഒരെണ്ണം ഇവിടെ തന്നെ വീണു. ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. എന്താ ചേച്ചി, എങ്ങനെ അടുത്തതും അങ്ങനെ പൊട്ടിക്കുന്നുണ്ടോ? ഇല്ല, ഇത് പോപ്പ് ചെയ്യണം. അത് പോപ്പ് ചെയ്ത് താഴെ പോയി. നമ്മള് വീണ്ടും ഞങ്ങൾ മിക്സറപ്പെട്ടായി. കൊള്ളാം. എന്താണ്? കണ്ടേൽ ബേക്കറിയാണ്. അത് വായിലേക്ക് വേണമായിരുന്നു പോപ്പ് ചെയ്യാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. മാപ്പ് നോക്കാൻ. കാളിയാർ അടുത്താണ്. കാളിയാർ എന്ന് പറയുമ്പോ തൊടുപുഴയൊക്കെ പോകുന്ന വഴിയാണ്. ഫുൾ കാട്. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്ന വഴി മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ കക്കടാശ്ശേരി എന്ന റൈറ്റിലേക്ക് എടുത്ത് നമ്മുടെ തൊമ്മൻകുത്തൊക്കെ പോകുന്ന ഒരു വഴിയാണ്. വണ്ണപ്പുറം, തൊമ്മൻകുത്ത്, കാളിയാർ എന്നൊക്കെ പറയുന്ന അവിടെ നിന്ന് പിന്നെ നമ്മൾ ഡൈവേർഷൻ എടുത്തതാണ് കേട്ടോ ഈ റൂട്ടിലേക്ക്. അപ്പം ഞങ്ങളൊരു രോഗിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ മുന്നേ കയറിയ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം ആണിത്. എന്തായാലും നല്ലൊരു ഡ്രൈവായിരുന്നു ഞങ്ങൾക്ക്. ഭയങ്കര ഒരു റിലാക്സിങ് റൈഡ്, ഒരു നല്ലൊരു റെയിൻ റൈഡ്. ആൻഡ് ഞങ്ങളും കുറേ സംസാരിച്ച് അടിപൊളിയാക്കിയ ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു അത്. ചേകന്താണോ? എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നത്. എന്താണ്ട് അല്ലേ? ജാതി, ഫുൾ ജാതിയല്ലേ? ജാതിയല്ല, എനിക്ക് തോന്നുകയാണോ? അറിയില്ല, സോറി, നോ നോളജ് അബൌട്ട് ദിസ്. ഇത് കാറ്റ്സ് ക്ലോ ആണ്.
സരുണിന്റെ വീട്ടിലേക്കാണോ സരുണിന്റെ ബംഗ്ലാവിലേക്കാണോ നമ്മൾ പോകുന്നത്? എസ്റ്റേറ്റ് ഇത് സംഭവമാണത്. ബോർഡൊന്നുമില്ല പക്ഷെ എല്ലാവരും ഇവിടെ വരെ വരാൻ എപ്പോഴും മടിക്കണത്. പച്ചപ്പും ഹരിതാപവും കണ്ടിട്ട് എന്ത് തോന്നുന്നു ഗായ്സ്? കുളിർമ. അതെ, അല്ലെങ്കിൽ പിന്നെ ബാക്കി ഓപ്ഷൻ ഇതാണ്. എന്താണ് രോഗിക്ക് സൈഷാറിന്റെ വക. രോഗിക്ക് വേണ്ടത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. വേണ്ട വേണ്ട, എല്ലാം സൂക്ഷിച്ചു വെച്ച് ഇവർക്ക് കൊടുക്കണ്ടാവും. അച്ഛനോട് കൊടുത്തേക്കാം, നീ പോടാ. ദേവി ചേച്ചി, റഹ്മത്ത്. ഞാൻ വിചാരിച്ചു എന്നെ ചേച്ചി നടക്കുന്നു. എല്ലാരും എറണാകുളത്താണോ? അതെ അതെ. ലൈസൻസ് ഉണ്ടാവാതിരിക്കാം. ഇത് സൈഷറിന്റെ പേജിൽ വരുമോ? ഇല്ല, വേറെ പേജിൽ വരും. നീ ഫേമസ് ആയേക്കാൻ ചിലപ്പോ, പറയാൻ പറ്റില്ല. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. വീഡിയോ ആണോ അത്? നീ നിങ്ങൾ കാറിൽ പോയിട്ട് ഒന്നുമില്ലടാ, നീ പറയൂ, കണ്ടിന്യൂ. ഫാൻസ് അസോസിയേഷൻ പേജിൽ കയറി അതാണ് നമ്മുടെ ചക്കര സരുമോൻ അഞ്ചലി രാജ്യത്തിൻ്റെ പേജിൽ സന്ദർശിച്ച് ഞങ്ങൾ ഇറങ്ങുകയായി. നമ്മൾ എവിടെ എത്തി? നമ്മൾ ശാന്തസുന്ദരമായിട്ടുള്ള വേറൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. യശോദ വഴി. ഇത് എറണാകുളം ജില്ലയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. മഴ പെയ്തു ഗൈസ്, നല്ല മഴയാണ് വരുന്നത്. പട്ടിമറ്റം, പലമ്പൂര് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അറിയുന്നവർക്ക് ഈ ലൊക്കേഷൻ അറിയുമായിരിക്കും. അത് കമന്റ് ചെയ്യും. ആ റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മൂവാറ്റുപുഴയിൽ പോയി സരുൺ മോനെ കണ്ടു. ശേഷം ശേഷം തിരിച്ചു വന്നോണ്ടിരിക്കും. ഇച്ചിരി ധൃതിയുണ്ടേ, അതിന്റെ വെപ്രാളത്തിലാണ്. കുട്ടീനെ വിളിക്കാൻ പോണം. അതെ, എന്റെ ഒരു കുട്ടി ഓഫീസിലിരിക്കുന്നുണ്ട്, ഒരു മുതുക്കും കുട്ടി. ദിസ് ഇസ് മംഗലത്ത് നട. ചേട്ടാ, ചേട്ടാ ഇങ്ങോട്ട് കയറാനാ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പകുതി വഴി നിർത്തിയല്ലോ. പിക്നിക്കിന്റെ കഴിഞ്ഞല്ലേ ടോപ്പിക്? യെസ്, ഓൾമോസ്റ്റ്. നമ്മളൊരു പിക്നിക് അല്ല, ഒരു എന്താണ്, ടൂറോ ട്രിപ്പോ? ട്രിപ്പ് അല്ലേ? ട്രിപ്പ് അല്ലേ നമ്മൾ പോയത്? യെസ്, വി വെന്റ് ഫോർ എ ട്രിപ്പ്. എല്ലാം നല്ല സ്ഥലങ്ങളായിരുന്നല്ലേ. കൊറേ ഏതാണ്ടൊക്കെ കഴിച്ചു. ഭയങ്കര വയറുഭാഗ്യം. അതെ, സത്യം. സാധനങ്ങൾ ഇഷ്ടം പോലെ സാധനങ്ങൾ വണ്ടിയിലിരിക്കുന്നു. കവറിൽ പൊട്ടിക്കാണ്ടിരിക്കുന്നു. അട കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ അതിന്റെ ആ പേര് പറയുന്നില്ല. മോട്ടോർക്കാർ എന്നാണ് ഇലയടക്ക് പറയുന്ന വേറെ പേര്. ഇറ്റ്സ് നോട്ട് ഇലയട ആക്ച്വലി. ഇലയടയ്ക്ക് ശർക്കരയ്ക്ക് പകരം അവലിടും, പഴമൊക്കെ ഇടും, എന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം. അത് നോർമൽ സെൻസിൽ പറഞ്ഞാൽ എന്തോ ഡബിൾ മീനിങ് ഉള്ള സാധനമാണ്. പക്ഷെ അതൊരു പലഹാരമാണ് ആക്ച്വലി. അതെന്താന്ന് അറിയുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ്. ദിസ് ഓർ ദാറ്റ് എടുക്കാം. ഡോഗ്സ് ഓർ കാറ്റ്സ്? രണ്ടും ഇഷ്ടല്ല. നോ പെറ്റ്സ്. ട്രെയിൻ ഓർ എയർപ്ലെയിൻ? ട്രെയിൻ. വന്ദേ ഭാരത്. എയർപ്ലെയിൻ പോലത്തെ ട്രെയിൻ. അതെ, എനിക്ക് ട്രെയിനിൽ ഏതാണ്ട് എന്നെ പറ്റിട്ടേക്കുന്ന പോലെയാണ്. എനിക്ക് എയർപ്ലെയിനിൽ കയറാൻ പേടി പോലെ. ഒരു പ്രാവശ്യം പോയുള്ളൂ, പക്ഷെ എന്തോ പേടി. എനിക്കും ഒരു കംഫർട്ട് ഫീൽ വന്നിട്ടില്ല. ഇത് ഞാൻ ഇൻഡിഗോയിലാണ് പോയത്. ഞാൻ വിളിക്കുന്ന ആര്? അത് ആവശ്യമില്ലാത്ത ഓളാണ്. കട്ടി കട്ടായി. ഡ്രോയിങ് ഓർ ജേർണലിംഗ്? മതി. അങ്ങനെയൊന്നുമില്ല, വരയ്ക്കാൻ കഴിവില്ല. ജേർണലിംഗ് ഇഷ്ടം. വലിയ
ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്നൊക്കെ. ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. പെയിന്റിംഗ് ഓർ ഫോട്ടോഗ്രാഫി? ഫോട്ടോഗ്രാഫി. കാരണം വരക്കാൻ അറിയില്ല. ഫോട്ടോഗ്രാഫിങ് അറിഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അതാണ് ഇഷ്ടം. അതിനോട് അറിയാം. ബോർഡ് ഗെയിംസ് ഓർ വീഡിയോ ഗെയിംസ്? ബോർഡ് ഗെയിംസ്. എന്തോ ഇഷ്ടം. ബോത്ത്. ഫണ്ണല്ലേ? ഫോൺ കോൾ ഓർ ടെക്സ്റ്റ് മെസ്സേജ്? ടെക്സ്റ്റ് മെസ്സേജ് ഓൺലി. ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. എനിക്ക് ആരാണെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇഷ്ടമുള്ളവരൊക്കെയാണ് കുറെ വിളിച്ച് പറയും. വോയിസ് മെസ്സേജ് അയക്കണം. എന്റെ മൂഡും ആളും അനുസരിച്ചിരിക്കും. എനിക്ക് ആള് മതി, മൂഡ് പ്രശ്നമില്ല. സയൻസ് അല്ല, ആളാവുമ്പോ ചീത്ത പറയണമെങ്കിൽ ആ മൂടാണെങ്കിൽ ചീത്ത പറയാം. സയൻസ് മ്യൂസിയം, ആർട്ട് ഗാലറി? സയൻസ് മ്യൂസിയം. രണ്ടും ബിനാലേന്ന്. എനിക്ക് മറ്റേ എന്താ പറയാ, ഈ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ ഉള്ളത് അത് ഇതിൽ പെടും. മ്യൂസിയം. അത് ആർട്ട് മ്യൂസിയം ആണോ? ഇല്ല, ചരിത്രം ഉറങ്ങുന്നത് അറിയാൻ. മ്യൂസിയം. റെഗുലർ മ്യൂസിയം. എനിക്കതാണ് ഇഷ്ടം. ഓക്കെ. സ്ലീപ്പ് ഇൻ ലേറ്റ്, ഗെറ്റ് അപ്പ് early. കേറ്റപ്പ് സ്ലീപ്പ് ഇൻ ലേറ്റ്, obviously. കേറ്റപ്പ് എന്റെ പോലെ എനിക്ക് പറ്റണേ ഇല്ല. ഇഷ്ടമല്ല. എനിക്ക് ട്രാവൽ ദ വേൾഡ്, എക്സ്പ്ലോർ ലോക്കലി? രണ്ടും. നീ പറയുന്നില്ല. എനിക്ക് ട്രാവല് വേണ്ട. എനിക്കിങ്ങനെ നല്ല ഇപ്പൊ എറണാകുളത്ത് പോയിട്ട് ഒരു നല്ല ജക്കൂസിയിലൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. പോണ്ടിച്ചേരി പോയി ജക്കൂസിൽ ഇരിക്കണമെങ്കിൽ ഓക്കെ, ജക്കൂസി വേണമെന്ന്. ഇതല്ല അതാണ് എനിക്കിഷ്ടം. ജക്കൂസിയുടെ ഓപ്ഷൻ ഇല്ല. പാൻ കേക്ക് ഓർ വോഫിൾസ്? വാഫിൾസ്. വോഫിൾസ് എനിക്കും. ഹൊറർ ഓർ കോമഡി മൂവി? കോമഡി. കോമഡി. ഹൊററൊന്നും കാണാം. എനിക്ക് പേടിയാ, ഞാൻ ഓർമ്മില്ല. ഇനി വുഡ് യു റാദർ വേണം? ചോദിച്ചോ. നിങ്ങൾ തുമ്പാട് സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്പാട്. ഞാൻ എന്നെ അരുണൻ ഇതുപോലെ നിർബന്ധിച്ച് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഹോസ്റ്റലില് ഭയങ്കര ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണും. ഞങ്ങള് ഹൊറർ മൂവി എന്നുള്ള മോഡിലാണ് ഇരിക്കുന്നത്. ഫുൾ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണാനിരിക്കുക. ലാസ്റ്റ് ഞാനാണെങ്കിൽ വിളിക്കാതെ തെറിയൊന്നുമില്ല, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അത് അത് ഹൊററിനല്ലല്ലോ, അത് പിടിച്ചിരുത്തി നമ്മളെ ബുദ്ധിമുട്ടിക്കണ പോലത്തെ ഒരു മൂവി. എക്സാക്ട്ലി. നമ്മൾക്കാണെങ്കിൽ അത് കാണാൻ തോന്നുകയും ചെയ്യും. ബാക്കി എന്ത് പറ്റി, ഇനി എന്താവും, അങ്ങനെ തോന്നുകയും അതാ ചെയ്യും. പേടിച്ച് പുതപ്പിന്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കാണുന്നത്. ലാസ്റ്റ് സീനൊക്കെ ഞാൻ ശ്വാസം വലിക്കാണ്ടാണ്. ഇൻവിസിബിലിറ്റി വേണോ, ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യണോ, ഇൻവിസിബിലിറ്റി വേണോ? ഷേപ്പ് ഷിഫ്റ്റ്. എന്നിട്ട് എന്താവും? എന്നിട്ട് ഐശ്വര്യ അതൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ തന്നെ മതി. എനിക്ക് വല്ല എന്താകും എന്ന് ചോദിച്ചാ മെർമെയ്ഡ് നിൽക്കാൻ. അങ്ങനെയൊക്കെയാണ് രസം. എന്താ? മെർമെയ്ഡ്. എനിക്ക് സ്വാനായ മതി. എനിക്ക് ഇൻവിസിബിലിറ്റി മതി. കത്തൊടുക്കാനാണ്. അയ്യേ, എന്നോടായിരുന്നല്ലേ. കൊച്ചെറുക്ക ഇവിടെ നിന്നാണോ നീ കേറുന്നേ? വാട്ട് യു വാണ്ട്, ഇൻവിസിബിലിറ്റി ഓർ ഷേപ്പ് ഷിഫ്റ്റ്? നിനക്ക്. എനിക്കോ? എനിക്ക് ഇത് തന്നെ മതി. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ തന്നെ മതി. ഇൻവിസിബിൾ ആവാം. ഫണ്ണില്ല. എന്നിട്ട് നൗഫലിന്റെ ഇടയ്ക്ക് രാത്രി പോയിട്ട് രണ്ട് ഇടിയൊക്കെ കൊടുക്കാം. അതിപ്പോ കൊടുക്കണ്ടല്ലോ. വേറെ സൂപ്പർ പവർ എന്താ? ടോക്ക് അല്ല, സോറി, റീഡ് മൈൻഡ്സ്, വാക്ക് ഓൺ വാട്ടർ? വാക്ക് ഓൺ വാട്ടർ. ഒറ്റ മൈൻഡ് നൽകാൻ. ഫ്ലൈയിങ് ഓർ ഹീലിംഗ് അതേഴ്സ്? ഫ്ലൈയിങ്. ഹീലിംഗ് വി ആർ ഡൂയിങ് ത്രൂ അവർ വർക്ക്. അതെ, അപ്പൊ നീ ഫ്ലൈ ചെയ്യാം. ടെലിപ്പോർട്ടേഷൻ വേണോ, ടെലിക്കനീസിസ് വേണോ? എന്തൊക്കെ? ടെലിപ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്താം, ലൈക് പോർട്ടൽ വഴി പോയി അവിടെ എത്താം. ടെലിക്കനീസിസ് എന്ന് വെച്ചാൽ മൈൻഡ് യൂസ് ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ അനക്കാം. അത് മതി. അപ്പൊ ഇങ്ങനെ സാധനമൊക്കെ എടുക്കാൻ മടിയാണെങ്കിൽ ഗ്ലാസ് ഇങ്ങോട്ട് പോരട്ടെ. എനിക്കത്ര എനിക്കത് മതി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണം.
എന്താ വേണ്ടത്? നമ്മൾ പറ്റിമച്ചം എത്തി ഗായ്സ്. എന്തിന്? ഓ ഇത്രേ ഉള്ളൂ. അതെ, ഇത്രയും questions ആണ് നമ്മൾ ചോദിച്ചത്. ഞങ്ങളുടെ ട്രിപ്പ് ഫണ്ടാക്കി. നിങ്ങൾക്ക് ഫണ്ടായോന്ന് അറിയില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി എല്ലാവരും എടുത്ത വഴിക്ക് തിരിച്ചാക്കിയിട്ട് ഞാൻ ഡാഡീനെ പിക്ക് ചെയ്തിട്ട് തെറി കേട്ടിട്ട് വീട്ടിലെത്തും. അത്ര തന്നെ. അപ്പൊ നന്ദി, നമസ്കാരം, ബൈ. യെസ്, വഴി ശരിയാണ്.